ഈ വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഓൾറെഡി നമ്മളിപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പെർമിറ്റിലേക്ക് കൂടെ നടപടി എടുക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇല്ലാതെ പിടിക്കപ്പെട്ട ഒരു വണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ VLTD കട്ട് ചെയ്തിരിക്കുന്നു. നിയമങ്ങളൊക്കെ ലംഘിച്ചിരിക്കുന്നു. അതിന് നടപടി ഉണ്ടാവും. ഹെവി ലൈസൻസ് ഉണ്ടോയെന്ന് ഉത്തമമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണമായിരുന്നൊരു വണ്ടി കൊടുക്കാൻ, ഒരു വണ്ടിയുടെ ഓണർ. പിന്നെ ഇത് ഫസ്റ്റ് ഓപ്പറേഷനാണ്. ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ടിപ്പർ ലോറി ഓടിക്കുക. അതാണ് വളരെ എൻ്റെ നോട്ടത്തിൽ ക്രൂഷ്യലായിട്ടുള്ള സംഗതി അതാണ്. കാരണം എന്താ, വളരെ നാളുകളായിട്ട് ടിപ്പർ ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ ട്രിപ്പായിട്ട് ഓടിക്കുന്ന സമയത്ത് അദ്ദേഹം കാണിക്കേണ്ട ഒരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി വരുന്ന സമയത്ത്, ഈ ഒരു മെയിൻ റോഡിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ അദ്ദേഹം ഓടിച്ചു വന്നു. നമ്മുടെ കൊല്ലം ജില്ലയിൽ 8:30 മുതൽ 10 o'clock വരെയാണ് ടിപ്പറിൻ്റെ ലിമിറ്റേഷൻ ഉള്ള സമയം ഓപ്പറേറ്റ് ചെയ്യാൻ. ഒരു പക്ഷേ അത് കവർ ചെയ്യാനായിട്ട് അദ്ദേഹം തിടുക്കം കാണിച്ചു കാണും. 8:30 മുമ്പ് ചെല്ലേണ്ട പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തിടുക്കം കാണിച്ചു കാണും. പാസിൻ്റെ ടൈം 6 തൊട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 6-ന് ശേഷമായിരിക്കും ഇത് ലോഡ് കയറ്റിയത്. 8:30 മുമ്പ് അവർ എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്പീഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിറ്റ്നസ് റദ്ദ് ചെയ്തു. പെർമിറ്റിൽ നടപടി എടുക്കുന്നതിനുള്ള റെക്കമെൻഡേഷനും കൂടെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ലൈസൻസ് അദ്ദേഹത്തിനുള്ളത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അദ്ദേഹത്തിനുള്ളത്. അതിനകത്ത് നടപടി ഉണ്ടാവും. അത് ക്യാൻസൽ ചെയ്യും. അതിന് അദ്ദേഹത്തിനൊന്ന് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് വരാൻ പറ്റുന്നെങ്കിൽ ഇവിടെ വരുത്തി കേൾക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സംസാരിക്കാൻ പാകമായാൽ അദ്ദേഹത്തിൻ്റെ മൊഴി അവിടെ നിന്ന് എടുത്തുകൊണ്ട് ലൈസൻസ് ഉള്ളത് സസ്പെൻഡ് ചെയ്യും. ഈ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് അദ്ദേഹത്തിന് ഇല്ല. ഫിറ്റ്നസ് 4-ാം മാസം കരുനാഗപ്പള്ളി ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നോക്കി ബോധ്യപ്പെട്ടിട്ടുണ്ട്. 4 മാസം 4-ാം മാസം എന്ന് പറയുമ്പോൾ 2 മാസമേ ഉള്ളൂ. അത് നോക്കണം. ഒരു പക്ഷേ അപ്പം കൊണ്ടുവന്നപ്പെട്ട ടയർ നമുക്കറിയത്തില്ല. അതുകൊണ്ടൊന്നും ടയർ മാറ്റുന്ന എല്ലാം പെർഫെക്റ്റായിട്ട് കൊണ്ടുവന്ന് കാട്ടിയിട്ട് പരിശോധനയ്ക്ക് ലൈസൻസ് ഒപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട് മാറിയൊന്നും നമുക്കറിയില്ല. പിന്നെ VLTDയുടെ കാര്യം നോക്കാം. അത് വിശദമായൊരു അന്വേഷണത്തിലേക്ക് ഞാൻ റിപ്പോർട്ട് മുകളിലേക്ക് ഉടനടി അയക്കുന്നുണ്ട്. തയ്യാറാക്കണം. ഞാൻ സ്പോട്ട് നേരത്തെ വന്നിരുന്നു. സ്പോട്ട് ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ട്.